സാങ്കേതികത്വം പറയുന്നതിൽ എനിക്ക് അർത്ഥമുണ്ടോ? കാരണം ഒരുപാട് വൈകി. എന്താണ് ഇനി പെർമിഷൻ എന്ന് പറയുന്നതിൽ 100 ദിവസം കഴിഞ്ഞു. സാങ്കേതികത്വം ഇതില് ഞങ്ങള് 17 ക്വറീസ് ഞങ്ങൾ കൊടുത്ത ലേഔട്ടുമായി ബന്ധപ്പെട്ട് 17 എണ്ണം. ആ 17 എണ്ണം റെക്ടിഫൈ ചെയ്ത് അവസാനത്തെ റിപ്പോർട്ട് കൊടുക്കാനുള്ള നടപടിയെടുത്ത് അതും പൂർത്തീകരിച്ചു. ഇനി ആ റിപ്പോർട്ട് KPC പ്രസിഡന്റ് ഒപ്പിട്ട് ആ 17 എണ്ണത്തിന്റെ മേലെയുള്ള റിപ്പോർട്ട് ഇത് കൊടുത്തതിന് ശേഷം അത് ജില്ലാ ടൗൺ പ്ലാനർ പരിശോധിച്ച് അതിന്റെ മേലെയുള്ളതായിരിക്കുന്ന നടപടി പൂർത്തീകരിക്കുക. അത് പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പം ഇതിനെല്ലാം ഒരു റീസൺസ് ഉണ്ട്. പക്ഷേ റീസൺ പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോകാൻ നോക്കൂല, അത് ഞങ്ങൾക്കറിയാം. പക്ഷെ ഇത് സാങ്കേതികമായി കോൺഗ്രസ് ഒരു വീട് നിർമ്മിക്കുമ്പോൾ അതിൽ സാങ്കേതിക പ്രശ്നങ്ങളും മറ്റു വിഷയങ്ങളും പറയുമ്പോൾ ആ വഴിയുടെ ഒരു ചെറിയതായിരിക്കുന്ന പ്രശ്നമാണ് ഞങ്ങൾക്ക് മുമ്പിലുണ്ടായത്. ആ വഴിയുടെ പ്രശ്നം ഇല്ലെങ്കിൽ അത് ഞങ്ങൾ അവഗണിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണ്. അപ്പം നിയമലംഘനം കോൺഗ്രസ് നടത്തി എന്നുള്ളത് പറയും. അത് ഒഴിവാക്കാനാണ് പരിപൂർണമായിട്ടുള്ള കൃത്യതയോടുകൂടി കാര്യങ്ങൾ നടത്താൻ തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായി KPC പ്രസിഡന്റ് ഇവിടെ വന്ന് ഭൂമിയുടെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എടുത്തു. അങ്ങനെ ഓരോ കാര്യം ചിട്ടപ്പെടുത്തിയാണ് പോണത്. ധൃതി പിടിച്ച് എന്തെങ്കിലും കാര്യം ചെയ്തു പോകണം എന്നുള്ളതല്ല. ദിവസങ്ങൾക്കകം, ഞാൻ അധികം ദിവസമൊന്നും ഒരു കാരണവശാലും വേണ്ടിവരില്ല. ഈ ലേഔട്ടിന്റെ അപ്രൂവലായി കഴിഞ്ഞാൽ നിർമ്മാണം. പക്ഷെ മുസ്ലിം ലീഗ് അതിന്റെ എല്ലാ കാര്യങ്ങളുമായി മുസ്ലിം ലീഗ് സമാനമായ രീതിയിൽ തന്നെയാണ് വീട് വെച്ചത്. അവർക്ക് സാങ്കേതികത്വം ഉണ്ടായിരുന്നല്ലോ. അതിന്റെ വിശദീകരണം ഞാൻ നൽകി.